ചില റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വലിയ മെനക്കേടൊന്നുമില്ല. പക്ഷെ ടേസ്റ്റോ ഇരുന്ന ഒറ്റ എരിപ്പിന് കഴിച്ചു തീർക്കും. അമ്മാതിരി ഒരു ഐറ്റാട്ടോ ഇന്നത്തേത്. ഇതുപോലെ പഞ്ഞി പഞ്ഞി പോലെ വായിലിട്ട അലിഞ്ഞിറങ്ങുന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കിയാലോ നമുക്കിന്ന്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. വെള്ള വേണ്ടായേ. 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല കട്ടിയായിട്ട് വരാനായിട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് നല്ലോണം തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാവേ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക ട്ടോ. ആദ്യത്തെ 1 കപ്പ് പാല് ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം രണ്ടാമത്തെ കപ്പ് പാലും കൂടി ചേർത്ത് നല്ലോണം ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഞാനിപ്പോ 250 ml കപ്പിന് 2 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നും കൂടി കുറുക്കി സെറ്റ് ആക്കി എടുത്താൽ മാത്രം മതി. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കണ്ടായേ. ഇതുപോലെ കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാനിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വിട്ട് ഇതുപോലെ നല്ലോണം സെറ്റ് ആയിട്ട് വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് മറ്റൊരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. നെയ്യ് വെട്ടി ഒരു ട്രേയിലേക്ക് മാറ്റി നല്ലോണം തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആക്കി എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. കുട്ടീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ എരിവിന് പാത്രം കാലിയാക്കി തരൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ.